റജീബ്, ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഭരണകക്ഷി MLA ആണ്. അതുതന്നെയാണ് അതിന് കിട്ടുന്ന വലിയൊരു രാഷ്ട്രീയ മാനം, വാർത്താ പ്രാധാന്യം, വിവാദം. സർക്കാരിനെതിരെ ഇടതുവിരോധത്തിൻ്റെ ഒരു പൊതു തലത്തിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളടക്കം അതിന് വലിയ സ്വീകാര്യത കൊടുക്കുന്നതും അൻവറിനെ സംബന്ധിച്ച് വലിയ ഇതാണ്. ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി CPIMൻ്റെ ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള CPIMൻ്റെ ഒരു പൊതുവിശദീകരണത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റിൻ്റെയൊക്കെ മുൻപിൽ നിൽക്കുന്നയാളായിട്ടായിരുന്നു PV അൻവർ ഉണ്ടായിരുന്നത്. ആ നിലയിൽ എന്തൊക്കെയാണോ വിമർശനങ്ങളായി CPM വിരുദ്ധ ചേരി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അവരെ തുറന്നു കാട്ടാനും വിമർശിക്കാനും CPIM ലെഫ്റ്റ് സൈബർ സ്പേസ് നിന്നിരുന്നത്. അവിടെയായിരുന്നു അൻവറിൻ്റെ ഒരു വലിയ ഇടം അതുതന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ ആ വിരുദ്ധരുടെ പരാമർശങ്ങളിലേക്ക് ഇന്ന് അൻവറും പോകുന്നതാണോ ശ്രീ VPP മുസ്തഫ പറഞ്ഞതുപോലെ താങ്കൾ കാണുന്നത്? പക്ഷേ അപ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രതിച്ഛായ, സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവമതിപ്പുണ്ടാക്കാൻ അൻവറിൻ്റെ ഈ പ്രതികരണം ഇടവരുത്തില്ലേ? കാരണം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൻ്റെ അവസാനം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റായ രീതിയിൽ ജീവിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെ മാത്രമേ ആ രീതിയിൽ വഴിവിട്ട് സഹായിക്കേണ്ടത്, വഴിവിട്ട സഹായങ്ങളെക്കുറിച്ച് ആ രീതിയിലുള്ള ആളല്ല താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്ന് അതടക്കം മനസ്സിൽ വെച്ചുകൊണ്ടാണോ PV അൻവർ മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ തന്നെ ആളുകൾക്കിടയിൽ കൂടുതൽ സംശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അപഖ്യാതി, അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അപഖ്യാതി പ്രചരിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ PV അൻവർ മുഖ്യമന്ത്രിയെ തന്നെ ആ വിധം ആളുകൾക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കും വിധത്തിലേക്ക് തന്നെ കുറേ കൂടി ശ്രദ്ധയോടെ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ആക്രമണം കേന്ദ്രീകരിക്കുക എന്നതിലാണോ ഇന്ന് കൂടുതലായി PV അൻവർ MLA ശ്രമിച്ചത്? ശ്രീ റജി ലൂക്കോസ്. ശരത്ത്, ഇത്തരം രാഷ്ട്രീയ താരങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടല്ല പ്രത്യക്ഷപ്പെടുന്നത്. ഏറ്റവും അടുത്തൊരു ഉദാഹരണം PC ജോർജ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഈ PV അൻവറിന് കിട്ടുന്നതിനേക്കാളും കൂടുതലായ പ്രാധാന്യങ്ങൾ ഒരു കാലത്ത് നേടിയെടുത്ത ഒരാളാണ് PC ജോർജ്. PC ജോർജിൻ്റെ സമ്മേളനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസ് ക്ലബ്ബുകളിൽ തിങ്ങി നിറഞ്ഞ മാധ്യമങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ PC ജോർജിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്നത്തെ PC ജോർജിൻ്റെ അവസ്ഥ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഗതികെട്ടൊരു രാഷ്ട്രീയക്കാരൻ്റെ അവസ്ഥയിലാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ അതാണ്. PV അൻവർ എന്താണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്? PV അൻവർ മറന്നു എന്നോട് കാര്യങ്ങൾ ഞാനങ്ങ് സൂചിപ്പിക്കാം. എനിക്ക് PV അൻവറിനോട് വ്യക്തിപരമായ ഒരു വിരോധമുള്ള ആളൊന്നുമില്ല. അദ്ദേഹത്തിനെതിരെ കേവലം 1-2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെതിരെ കേരളത്തിൽ ചില മാധ്യമങ്ങൾ ഉയർത്തിയ അദ്ദേഹം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ എതിരെ ഉയർത്തിയ വലിയ രീതിയിലുള്ള പടപ്പുറപ്പാടുകൾ നടന്നപ്പോൾ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയ ഒരു സ്ഥിതിക്ക് അന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പ്രൊട്ടക്റ്റ് ചെയ്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഞാൻ പോലും അത്തരം ചർച്ചകൾ നിരവധി തവണ പങ്കെടുത്തിട്ടുണ്ട്. അതേ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-30 ദിവസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ മൈക്ക് നീട്ടി ആദ്യം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളും അദ്ദേഹം കുറേ വെളിപ്പെടുത്തലുകളും ഒരു ഓഡിയോ ക്ലിപ്പിംഗ്സ് എല്ലാം പുറത്തുവിട്ടപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹം ഇന്ന് ആരോപിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രി കോട്ടയത്തെ പോലീസ് ഓഫീസേഴ്സിൻ്റെ സമ്മേളനത്തിൽ രാവിലെ 9 മണിക്ക് തന്നെ അദ്ദേഹം പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ ശത്രുതയോടെ കാണുന്നവർക്ക് പോലും മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞത്, സമൂഹത്തിൽ ചില ഉന്നതർക്കെതിരെ ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അവർക്കെതിരെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കും, ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട്. അത് PV അൻവർ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് 11 മണിക്ക് പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് നടത്തിയൊരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം അത് അച്ചട്ടായിട്ട് പാലിച്ചു. അദ്ദേഹം അന്ന് രാത്രി 9:10 തൻ്റെ ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ആ ഗവൺമെൻറ് ഓർഡർ അദ്ദേഹം ഒപ്പിട്ട് പുറത്തിറക്കി. അതായത് അദ്ദേഹം ആരോപിച്ചതിലെ ചില കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ബഹുമാനപ്പെട്ട DGPയുടെ ഡയറക്റ്റ് അണ്ടറിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കി. PV അൻവർ അതുകൊണ്ടൊന്നും അടങ്ങിയില്ല. PV അൻവർ പിന്നെയും പത്രസമ്മേളനങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ അന്ന് ഞങ്ങളൊക്കെ ചാനലിൽ പറഞ്ഞു, ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ മറ്റേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉയർന്നാൽ അത് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൽ പ്രതികരിക്കാൻ പറ്റും. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും 2 സംവിധാനമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ളൊരു ആരോപണം വന്നു പറഞ്ഞാൽ അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രാഥമിക ചുമതല. അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ അത് തെറ്റാണെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കും, തെറ്റല്ലെങ്കിൽ അത് തള്ളിക്കളയും. ആ പ്രാഥമിക അന്വേഷണത്തിൽ ശരിയല്ല എന്ന് തോന്നിയ ഒരാൾക്കെതിരെ സസ്പെൻഷൻ കൊണ്ടുവന്നു. അത് ഇദ്ദേഹം ഉന്നയിച്ച സുജിത് ദാസ് എന്ന് പറയുന്ന പത്തനംതിട്ട SP എതിരെയാണ്. അദ്ദേഹം നേരത്തെ മലപ്പുറത്തായിരുന്നു. അതിനുശേഷം
2 ഡിവൈഎസ്പിമാരെ, അത് ഏറ്റവും ഒടുവിൽ ഒരു ഡിവൈഎസ്പി അന്ന് ഒരേ അടി സ്ട്രെച്ചിൽ തന്നെ ഒരു ഡിവൈഎസ്പി ഉൾപ്പെടെ 2 ഡിവൈഎസ്പിമാരെയും പിന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരായവരെയും ഒന്നടങ്കം ട്രാൻസ്ഫർ ചെയ്തു. അതെല്ലാം അന്വേഷണത്തിലൂടെ തെളിഞ്ഞതാണ്. ഇൻ ബിറ്റ്വീൻ കേരളത്തിലെ പ്രതിപക്ഷം ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം വെച്ചു. പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിനേക്കാൾ ഉപരിയായിട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണത്തിന് ഒരു മറുപടി ഇല്ലെന്നും അന്നും നമ്മളൊക്കെ മാധ്യമങ്ങളിൽ പറഞ്ഞു സർക്കാർ സംവിധാനത്തിന് നടപടി സ്വീകരിക്കണം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് കീപ്പ് ചെയ്യണം. അത് നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു തെളിവുണ്ട്. അതായത് പിന്നെ സെൻകുമാർ IPS DGP ആയിട്ടിരുന്നപ്പോഴാണ് 2016 ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ സംശയത്തിൻ്റെ നിലയിൽ അദ്ദേഹത്തിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹം സുപ്രീം കോടതി പോയി ഓർഡർ വാങ്ങിച്ച് 9 മാസം കൂടി ഇരുന്നു. ഇനിയും വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ശക്തമായ രീതിയിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒടുവിൽ വിജിലൻസ് അന്വേഷണം വരെ പ്രഖ്യാപിച്ചൊരു സർക്കാരാണിത്. ആ അന്വേഷണം വരുന്നതുവരെ കാത്തിരിക്കാതെ കൊണ്ട് PV അൻവർ എന്ന് പറയുന്ന MLA അദ്ദേഹം ചെയ്ത ദ്രോഹം എന്ന് പറയുന്നത്, അത് ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞത്, അദ്ദേഹം ഒരു ഉത്തരം താങ്ങിയുടെ അവസ്ഥയിലേക്ക് മാറി. ഈ ഉത്തരം താങ്ങി എന്ന് പറഞ്ഞൊരു പറഞ്ഞല്ലോ എൻ്റെ നാട്ടിൽ പറഞ്ഞത് എന്താ അറിയോ, പല്ലി ഒരു അവകാശവാദമുണ്ട്, താനാണ് ഉത്തരം താങ്ങി നിർത്തുന്നുള്ളവരോ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങൾ, അദ്ദേഹത്തിന് വേട്ടയാടിയ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന് കൊടുത്ത ഹീറോയിൻ പരിവേഷത്തിൽ ഇദ്ദേഹം മതി മറന്നുകൊണ്ട് പിന്നെ തുടർച്ചയായിട്ട് പത്രസമ്മേളനങ്ങളാണ്. ബഹുമാനപ്പെട്ട കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ പുറത്തു വന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു അൻവറിൻ്റെ ആരോപണങ്ങൾ പരിശോധിക്കും, അൻവറിൻ്റെ ആരോപണങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കും. ആ പരിശോധനയ്ക്കകത്ത് യാതൊരു വിഘ്നവും സംഭവിച്ചിട്ടില്ല. ഇത് തന്നെ ബഹുമാനപ്പെട്ട LDFിൻ്റെ കൺവീനർ പറഞ്ഞു, ഒരു വിഘ്നവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് 2 തവണ, അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യമുള്ള ആൾ തന്നെയാണ്, അദ്ദേഹം DIC പോയി, അദ്ദേഹം വലിയ പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. താൻ നെഹ്റുവിൻ്റെ പിന്നെ പാരമ്പര്യത്തിൽ അല്ലെ തൻ്റെ വീട്ടിൽ വന്നു, തൻ്റെ അച്ഛൻ അതായിരുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ. അതൊന്നും അല്ല ഇതിനകത്ത് പ്രാധാന്യം. അദ്ദേഹം നിലമ്പൂരിൽ അദ്ദേഹത്തിനെ വിജയിപ്പിച്ച, കഠിനാധ്വാനം ചെയ്ത് ആ സീറ്റ് പിടിച്ചെടുത്ത് വിജയിപ്പിച്ച സഖാക്കളോട് നാവെടുത്താൽ 40 വട്ടം ഞാനൊരു സഖാവാണ് എന്ന് പറഞ്ഞ PV അൻവർ ചെയ്തത് ഏറ്റവും വലിയ ഒറ്റുകാരൻ്റെ ഭാഷയിലുള്ള പ്രയോഗങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോപണം എന്താ, ഇന്നെന്താ അദ്ദേഹം ആരോപിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അദ്ദേഹം ഇന്ന് 2 ആരോപണങ്ങൾ കൊണ്ടുവന്നു. അതിലൊന്ന് 2 വീഡിയോ ക്ലിപ്പിങ്ങളാണ്. 2 വീഡിയോ ക്ലിപ്പിങ്ങിൽ അവതരിപ്പിച്ച 2 കൂട്ടരും അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അവരെത്ര സ്വർണം കൊണ്ടുവന്നു, എത്ര സ്വർണം പോലീസിന് കൊടുത്തതിനെ കുറിച്ച് ഒരു ഔദ്യോഗിക രേഖയില്ല അവരുടെ കയ്യിൽ. അവർ പറയുന്നത് ഞങ്ങൾ ഇത്ര സാധനം കൊണ്ടെന്ന് പറയുന്നത്. എന്തൊരു ബാലിശമായ ആരോപണമാണ് ആ 2 വീഡിയോയിലൂടെ അദ്ദേഹം ഒരു അഭിമുഖം പോലെ പുറത്തു കൊണ്ടിരുന്നത്. എന്ത് അടിസ്ഥാനമുള്ള ആരോപണത്തിന്? അപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതകൾ അടിവരയിടുന്നു. 2ാമത്തെ ആരോപണം എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു ആരോപണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളതുകൊണ്ട് നമുക്കത് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ 2 ആരോപണങ്ങൾ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. പിണറായി വിജയൻ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരുടെയോ ഏതെങ്കിലും പത്രത്തിൻ്റെയോ ചാനലുകാരുടെ, അന്ന് ചാനലൊന്നുമില്ല, പിന്തുണയോടെയോ കെട്ടിപ്പിടിച്ചോ പരിലാളന കൊടുത്തോ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉയർന്ന നേതാവല്ല. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് മുമ്പ് മുതലേ സഖാവ് പിണറായി വിജയനെ വേട്ടയാടാൻ തുടങ്ങിയതാ. അദ്ദേഹം ആദ്യം അദ്ദേഹം MLA ആകുമ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം മർദ്ദനങ്ങൾ, അതിനുശേഷം ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തുകൊണ്ട് കേരളത്തിലെ സഖാക്കളുടെ മുമ്പിൽ ചുരുക്കുക, കേരളത്തിൽ ഈ അൻവറിനെ പോലെ മാധ്യമ സപ്പോർട്ടൊന്നും കിട്ടാതെ കണ്ട് കർശനമായ പാർട്ടി ശൈലിയിലൂടെ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ അംഗീകാരം നേടി അധികാര കസരലിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അത് ഒരു അൻവർ മനസ്സ് വെച്ചാൽ തേഞ്ഞു വാഞ്ഞു പോകുന്ന വ്യക്തിത്വമല്ല. അദ്ദേഹത്തിന് CPM-നെ കുറിച്ച്, ഇടതുപക്ഷത്തെ കുറിച്ച് അറിയത്തില്ല. ഇന്ന് എവിടെയെന്നെങ്കിലും ഇടതുപക്ഷക്കാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ധാർമ്മിക പിന്തുണയാണ്. ഇനി ഒരു ഒറ്റ ഇടതുപക്ഷ പ്രവർത്തകരുടെ പിന്തുണ കൊടുക്കത്തില്ല. ഈ പാർട്ടി അതുപോലെ കൂരമ്പുകളിലൂടെയും തേജോവധങ്ങളിലൂടെയും ജനങ്ങളുടെ നേട്ടം നേടി ജനങ്ങളുടെ വിശ്വാസം അർപ്പിച്ചു വന്നൊരു പാർട്ടിയും നേതാക്കളുമാണ്. ആ പ്രസ്ഥാനത്ത് ഒരു PV അൻവർ വന്നിരുന്ന് ഇങ്ങനെ കൊടഞ്ഞാൽ ഉരുകിപ്പോകുന്ന തൂവലുകളിലെ പാർട്ടിക്കുള്ളത് PV അൻവർ മറന്നുപോയി. അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം, അദ്ദേഹം പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് നിലമ്പൂർ ജനങ്ങളോട് അദ്ദേഹം മാപ്പ് പറയണം. ഏതായാലും തൽക്കാലം അതിനൊന്നും സ്കോപ്പ് കാണുന്നില്ല. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല നിലമ്പൂർ പൊതുസമ്മേളനം വിളിക്കാൻ പോകുന്നു എന്നുകൂടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി.